വീണ്ടും ന്യൂസ് ട്രെൻഡ്സിലേക്ക്. നമ്മുടെ തീൻമേശകൾക്ക് ചിലവേറുകയാണ്. സ്വാഭാവികമായും നമ്മുടെ പോക്കറ്റിനും. മട്ടൻ, ബീഫ്, പന്നിയിറച്ചി, ചിക്കൻ, താറാവ് ഈ ഇനങ്ങൾക്കെല്ലാം വലിയ തോതിൽ വില ഉയരുന്നു നമ്മൾ കണ്ടു. ഇനി നമുക്കറിയാം, മഴ കനക്കുന്നതോടുകൂടി ട്രോളിംഗ് നിരോധനത്തിനുള്ള സാഹചര്യം ഒരുങ്ങും. അപ്പോൾ മീനിന്റെയും വില കൂടും. അപ്പോൾ ഈ വിഷയം നമ്മൾ ഇനി പരിശോധിക്കുകയാണ്. ഇനിയുള്ള സമയങ്ങളിൽ ന്യൂസ് ട്രെൻഡ്സിൽ നമ്മുടെ പ്രതിനിധികൾ വിവിധ ജില്ലകളിൽ നിന്ന്, വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പങ്കെടുക്കും. നമ്മളുടെ തീൻമേശകൾ എങ്ങനെ സ്വാദേറിയതല്ലാതായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് പോക്കറ്റിന് താങ്ങാൻ കഴിയാത്തതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറുന്നു. പലയിടത്തും പല വിലയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെയാണ് മത്സ്യത്തിനും മാംസത്തിനും വില കുത്തനെ കൂടിയത്. എറണാകുളം ജില്ലയിലെ പല മാർക്കറ്റിലും വില തോന്നുംപടിയാണ് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ഡാനി പോൾ എറണാകുളത്ത് നിന്നും നമ്മോട് പറയുന്നത്. ചമ്പക്കര മാർക്കറ്റിൽ ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനിയിലേക്ക്. വലിയ വിലക്കയറ്റം എല്ലാ മേഖലയിലും ഉണ്ടായിരിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ മത്സ്യ അതോടൊപ്പം തന്നെ മാംസ രംഗത്ത് അത് എല്ലാം തന്നെ വിലക്കയറ്റത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ വ്യാപാരികൾ പറയുന്നത്. നമ്മളുള്ളത് എറണാകുളത്തെ ചമ്പക്കര മാർക്കറ്റിലാണ്. ചമ്പക്കരയിലെ പ്രത്യേകത എന്ന് പറയുന്നത് മത്സ്യ അതോടൊപ്പം തന്നെ മാംസ ആഹാര പ്രിയർക്ക് പ്രിയപ്പെട്ടൊരിടമാണിത്. വലിയ രീതിയിൽ ഇവിടേക്ക് മത്സ്യങ്ങൾ, പ്രത്യേകിച്ച് മത്സ്യങ്ങളുടെ ഒരു വരവ്, കായൽ മത്സ്യങ്ങളായാലും കടൽ മത്സ്യങ്ങളായാലും എല്ലാം തന്നെ എത്താറുണ്ട്. ഒപ്പം തന്നെയാണ് ഈ മീറ്റ് സ്റ്റാള്. ഇവിടെ പോർക്കിന്റെയും അതോടൊപ്പം തന്നെ ബീഫ്, മട്ടൺ സ്റ്റാളുകളെല്ലാം നിരന്ന് ഇവിടെയുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വലിയ തിരക്ക് ഈ കടകളിലേക്ക് അനുഭവപ്പെടുന്നത്. പുലർച്ചെയാണ് എപ്പോഴും തിരക്ക് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെ കച്ചവടത്തിന്റെ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവർ നേരത്തെ സംസാരിച്ചപ്പോഴും തിരക്കുണ്ട് എന്ന രീതിയിൽ തന്നെ പറഞ്ഞു. ഇതിപ്പോൾ ഒരു പോർക്ക് വിൽക്കുന്ന സ്റ്റാളാണ്. രാവിലെ മുതൽ ഇവിടേക്ക് തിരക്ക് ഇവിടെയുണ്ട്. ഒപ്പം ഇത് റോബർട്ട് എന്ന് പറയുന്ന ചേട്ടനാണ് ഇതിന്റെ ഒരു കടക്കാരൻ. അദ്ദേഹം സംസാരിക്കും. ചേട്ടാ ഒരു മിനിറ്റ്, ഇപ്പൊ എങ്ങനെയാ വില? എങ്ങനെയാണ് ഇത് 350 പോർക്കിന്. ഇല്ല, അടുത്ത ദിവസം ഇത് പെരുന്നാളിന് മുമ്പ് കൂടിയതാണ്. നേരത്തെ കുറെ നാളായി. 360 കൂടി 380 ആയതാണ്. ഏത് പോർക്ക? സാധാരണ ഈ അങ്കമാലി പോർക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ഇത് നമ്മുടെ ഇവിടെ നാടുകളിൽ നിന്നൊക്കെ തന്നെ എടുക്കണേ. അങ്കമാലിലോട്ടൊന്നും പോവില്ല. അങ്ങ് നാട് ഇവിടെ നാട്ടിൽ വളർത്തണുണ്ട്. പനങ്ങാട്, ചേപ്പനം, ചാത്തമ്മ, വളന്തുകാട്, കുണ്ടന്നൂരൊക്കെ അവിടെ നിന്ന് തന്നെ എടുക്കണം. ഞായറാഴ്ച ദിവസങ്ങളിലാണോ കൂടുതൽ? ഞങ്ങൾക്ക് ഞായറാഴ്ച ദിവസം ചില്ലറ കച്ചവടം ഉണ്ടാവും. ബാക്കിയുള്ള ദിവസം ഓർഡർ ഉണ്ട്. റേറ്റ് കൂടുന്നത് കച്ചവടത്തെ പലരും ബാധിക്കുന്നുണ്ടോ? ആൾക്കാർ റേറ്റ് കൂടുന്ന പറഞ്ഞാൽ ഇപ്പൊ ഒരു സമരം ഉണ്ടായില്ലേ കുറച്ചു ദിവസം മുമ്പേ. അപ്പൊ ഫാംകാരെല്ലാരും കൂടി ഒരേപോലെ വില കുറച്ച് സാധനം തന്നില്ലെന്നാ പറയുന്നത്, വളർത്തണവര്. അപ്പൊ ആ റേറ്റ് വിൽക്കുമ്പോ അത് കൂടിയ കാര്യം അതാണ്. നേരത്തെ 360 380 കാര്യം അതാണ്. അവർക്കൊരു നിശ്ചിത വില കിട്ടണം, അല്ലെങ്കിൽ അതിൽ കുറച്ച് ജീവനോടെ കൊടുക്കൂല എന്നവർ പറയാൻ തുടങ്ങി. അപ്പൊ ആ റേറ്റിൽ എടുക്കുമ്പോഴാണ് ഇതിന്റെ വില കൂടാൻ കാരണം. ശരി ശരി. എന്തായാലും വില കൂടാനുള്ള ചില കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ഈ വാങ്ങാൻ എത്തിയവരോട് സംസാരിക്കാം. എങ്ങനെയുണ്ട്? വില കൂടിയിട്ടുണ്ടോ? എങ്ങനെയാണ് എന്തോ? അല്ല, റോബർട്ടിന്റെ പൊതുവെ അങ്ങനെ വില വെക്കാറില്ല. അങ്ങനെ വില നമുക്ക് വലിയ രീതിയിൽ കൂടിയിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല റോബർട്ടിന്റെ അടുത്ത്. സാധാരണ ഞങ്ങൾ വരുമ്പോൾ മേടിക്കുന്നതാണ്. വില വ്യത്യാസങ്ങൾ മറ്റ് തൊട്ടപ്പുറത്ത് ബീഫ് സ്റ്റാളുണ്ട്. ഇവിടെയും ഒരു കച്ചവടം നടക്കുന്നു. വില എങ്ങനെയുണ്ട് ചേട്ടാ? ബീഫിന് എന്ത് വിലയുണ്ട്? ബീഫ് 400 രൂപയിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. ഈ അടുത്തിടെ കൂടിയിട്ടുണ്ടോ? അടുത്തിടെ കൂടിയതാണോ? എന്തോ? 1-ാം തീയതി മുതൽ കൂടിയിട്ടുണ്ട്. എത്ര രൂപ കൂടിയ? 20 രൂപ കിലോയ്ക്ക്. 1-ാം തീയതി 380 നിന്ന് ബീഫ് 400 രൂപയിലേക്ക് എത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. 20 രൂപയുടെ ഒരു വർധനവാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു.
പലയിടത്തും പല രീതിയിൽ തന്നെ, കാരണം കലൂർ മേഖലയിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് 340 രൂപ എന്ന രീതിയിൽ ബീഫിന് പറയുന്നു. പക്ഷെ ചിലയിടങ്ങളിലേക്ക് വരുമ്പോൾ കൂടുന്നുണ്ട്. ഇത് മട്ടൺ സ്റ്റാളിലേക്ക് വരുമ്പോൾ ചേട്ടാ എങ്ങനെയുണ്ട് വിലയൊക്കെ കൂടിയിട്ടുണ്ടോ? വിലയൊക്കെ ഇപ്പം മൊത്തം എല്ലായിടത്തും കൂടിക്കൊണ്ടിരിക്കുന്ന. തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പൊ ഇവിടുന്ന് പന്നി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ നേരത്തെ വന്നിരുന്ന വെച്ചാൽ ബാംഗ്ലൂര് തമിഴ്നാടൊക്കെ വന്നിരുന്ന സാധനം ഇപ്പൊ വരുന്നില്ല, ഒക്കെ എക്സ്പോർട്ടിംഗ് ആയിട്ട് പോണേ. അതായത് ലൈവ് നോക്കാം, ഇപ്പൊ ഒരു 2-3 മാസം മുമ്പ് 150-150 ഉള്ളതാണ് ഇപ്പൊ 240-250 രൂപയ്ക്ക്. ഈ എക്സ്പോർട്ടിംഗ് ആയത് കാരണം ഇതെല്ലാം വില കൂടുന്നത്. എക്സ്പോർട്ടിംഗ് ആളുകൾ കൂടുതൽ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. എക്സ്പോർട്ടിംഗ് കയറിപ്പോണാണ് സാധനം. അതുപോലെ ഇപ്പൊ ബീഫാണെന്നുണ്ടെങ്കിലും സംഗതി ഇപ്പൊ ഈ തമിഴ്നാട് എല്ലായിടത്തും ഒറീസിന്നൊക്കെ എക്സ്പോർട്ടിങ് ചെയ്യണ സാധനം ഇങ്ങോട്ട് വന്നില്ല. അവിടെ നിന്നൊക്കെ വന്നാലേ നമുക്ക് കേരളത്തിൽ സാധനം ഉണ്ടാവുള്ളൂ. അതാണ് ഈ വില കൂടണ സാധനത്തിന്. മട്ടനുള്ള ഒരു വില എങ്ങനെയാണ്? മട്ടൻ ഇപ്പൊ 800 രൂപ കിലോ. 800 രൂപ. കേരളത്തിൽ പലയിടത്തും അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ പലയിടത്തും പല രീതിയാണോ? ഇപ്പൊ എറണാകുളത്താണ് ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഇച്ചിരി വില കുറവ് മട്ടന്. എല്ലായിടത്തും 850. തമിഴ്നാട്ടിലൊക്കെ വിൽക്കണ 1000 രൂപ മട്ടൻ വിൽക്കണം. അവരിവിടെ നിന്നൊന്ന് മേടിച്ചിട്ടുണ്ടോ ഞങ്ങള്. പിന്നെ അവിടെയുള്ള ചെമ്പുരാടൊക്കെയാണല്ലോ, ചെമ്പുരാടൊക്കെ ഇപ്പൊ 800 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ 800 രൂപ. 800 രൂപയിലേക്ക്. ഈ ആളുകളെ വില കൂടുമ്പോ ആളുകൾ മാറിപ്പോകുന്നുണ്ടോ? ആളുകള് ചോദിക്കും, പിന്നെ ആവശ്യക്കാര് മേടിച്ചിട്ട് പോവും, അത്രേ ഉള്ളു. ചിലവർക്ക് തന്നെ വില കൂടുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവല്ല, സ്വാഭാവികം നമ്മളാണെങ്കിലും ഉണ്ടാവും. പോർക്കിനും വില കൂടുന്നുണ്ട്. പോർക്കിന് ഇപ്പൊ 380 ഈ പെരുന്നാൾ സീസൺ അതൊക്കെ വന്ന് കൂടുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഈസ്റ്ററിന്റെ ഒരു മാസം മുമ്പ് തുടങ്ങിയാണ് ഈ വില കൂടല്. അതിക്ക് മുമ്പ് 300-320 രൂപയൊക്കെ ഉണ്ടായ സാധനം ബീഫും പോത്തുമൊക്കെ ഈ പോർക്കുമൊക്കെ. ആളുകൾ പൊതുവെ പറഞ്ഞതെന്ന് വെച്ചാൽ പച്ചക്കറിക്ക് കൂടിയാലും കുറയും, പക്ഷെ മീറ്റിനൊന്നും കൂടിയാൽ കുറയൂല. അതങ്ങനെയാണല്ല, സാധനം അവിടെ നിന്ന് വന്നില്ല സാധനം. അതുകൊണ്ടാണ് ഞാനിപ്പോ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓരോ ഇപ്പൊ ഇവിടുന്ന് കാഞ്ഞിരപ്പറ്റ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ 450 രൂപ കിട്ടണ ബീഫ്. 440. അതുപോലെ പാല, കോട്ടയം ജില്ലയിലൊക്കെ വില കൂടുക 420-440, ഇങ്ങനെ പല റേഞ്ചാണ്. പിന്നെ പോരാനായിട്ട് അവിടെ നിന്ന് തന്നെ അർത്ഥേച്ചും ഈ സാധനം പാക്ക് ചെയ്ത് നമ്മുടെ കേരളത്തിൽ നമ്മളുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ അവരതൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം അവിടെ നിന്ന് കിട്ടും, ഒരു ന്യായമായിട്ടൊക്കെ ഇവിടെ വിൽക്കാം. സാധനം ശരിക്കും അവിടെ തന്നെ ഇറത്തി ഈ വീണതും പിടിച്ചു വെക്കാനല്ലേ ഇറക്കണ ചന്തയിൽ നിന്ന്. നല്ല സാധനമൊന്നുമല്ല, അതൊക്കെ അവിടെ നിന്ന് സാധനം വന്ന് എക്സ്പോർട്ടിങ് ഇവിടെ എവിടെയൊക്കെയല്ലേ, കൊച്ചി, ആലുവ, ഈ കലൂര് വരെയൊക്കെ വന്നിട്ടുണ്ട് ഈ സാധനങ്ങൾ. എന്നിട്ട് അവര് കൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ വിൽക്കണം 300 രൂപ 310 രൂപ. അവർക്ക് വേറെ ഒന്നും നോക്കാനൊന്നുമില്ല കിട്ടണത്, വെറുതെ കിട്ടണേ. നമ്മളിവിടെ ഈ സാധനം ചന്തയിൽ നിന്ന് മേടിച്ച് നിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ വന്ന് ഒരാഴ്ചയൊക്കെ നിന്ന് കഴിഞ്ഞൊക്കെ ഇറക്കണത്. അവർക്കെന്ന് വെച്ചാൽ ചന്തയിൽ വീണതും പിടിച്ചതൊക്കെ മേടിച്ചിട്ട് ചോദിച്ചു അറുത്ത് ശരിക്കും നമ്മളുടെ കണ്ടെയ്നർ വഴി കയറി തന്നെയാണ്. ഈ എറണാകുളത്ത് തന്നെ പല സ്ഥലത്തും ഉണ്ട്, കൊച്ചിയിലാണ് കൂടുതൽ വരുന്നത്. അല്ല, നമ്മള് ആഴ്ചയിലെല്ലാം വാങ്ങുന്നതാണ്. ഇപ്പൊ ഒരാഴ്ചയിൽ വരുമ്പോൾ ചിലപ്പോൾ 10-20 രൂപ ഡിഫറൻസ് കാണാറുണ്ട്. എന്നാലും എല്ലാ ഐറ്റംസിനും വില കൂടുതൽ തന്നെയാണ്, കുറവായിട്ടൊന്നും തന്നെ ഇല്ല. സാധാരണക്കാര് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയം തന്നെയാണ് എന്ന് തന്നെ കൊണ്ട് പറയാം. 20 രൂപ കൂടി പോകുമ്പോൾ അറിയാം, 20 രൂപ കൂടുമ്പോൾ അറിയില്ല നമ്മള്. പക്ഷെ ഓരോ ഐറ്റംസിന് അങ്ങനെ 20 രൂപ കൂടുമ്പോ നിത്യ ചെലവിന്റെ ആവർത്തനവ് ഭയങ്കര ഇത് തന്നെയാണ്. അതുപോലെ വരുമാനങ്ങൾ ആളുകൾക്ക് ഇല്ലല്ലോ ഇപ്പൊ. ഒരു മാസം മുമ്പ് വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ കൂടുതലാണ് എല്ലാ സാധനങ്ങൾക്കും തന്നെ കൂടുതലാണ്. പലയിടത്തും പലപോലെയാണ്. തൃപ്പൂണിത്തുറ മാർക്കറ്റിൽ ഇവിടത്തേക്കാളും 10 രൂപ കൂടുതലുണ്ട്. അങ്ങനെ തന്നെ ഇവർക്ക് ഒരു ഏകീകൃതമായ വിലയൊന്നും അല്ല എല്ലാ ഐറ്റംസിനും. പലരും പല വിലയിലും 10-20 കൂടുതൽ എടുത്ത് അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. കൃത്യമായ ഒരു വില നിശ്ചയ വിലയൊന്നുമില്ല ഇവിടെ. എന്ത് വിലയുണ്ട് ചേട്ടാ ചിക്കന്? ചിക്കൻ 184 ചില്ലറ റീറ്റെയിൽ പ്രൈസ് വെക്കണം. ഈ അടുത്തിടയ്ക്ക് കൂടിയതാണ്. ഇപ്പൊ ഒരാഴ്ചയായിട്ട് കൂടിയതാ. ഒരാഴ്ചയായിട്ട് കൂടിയ. അതിന് മുമ്പ് എത്രയായിരുന്നു? അതിന് മുമ്പൊക്കെ 150, 145 ഒക്കെ ഉണ്ടായിരുന്നു. ആളുകൾ കുറയുന്നുണ്ടോ? പിന്നെ കച്ചവടം വളരെ കുറഞ്ഞില്ലേ. വളരെ കുറയുന്നു. ചൂട് കൊണ്ട് ചാവണ കാരണം കോഴി വളർത്തെല്ലാരും നിർത്തി. ഞാൻ ഫാമുകളിൽ ഇട്ട് കഴിഞ്ഞാൽ 1000 കോഴി ഇട്ട് കഴിഞ്ഞാൽ ഒരു 600 കോഴിയൊക്കെ ഇട്ടുള്ളൂ. കുഞ്ഞുങ്ങളെ തന്നെ ചത്തുപോവുക. അത് കാരണമാണ് ചൂടിന്റെ ഇതുകൊണ്ട് എല്ലാ ഫാമുകളും നിർത്തിയിട്ടുകൊണ്ടാണ് ഈ വിലയിപ്പത്രം കയറ്റം വന്നേക്കണത്. എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. കൃഷിക്കാരൊക്കെ അതുകൊണ്ട് ഫാമെല്ലാം നിർത്തിയിട്ട് കൃഷി ചെയ്യാതെ
അതുകൊണ്ടാണ് കോഴി ഇത്രയും വില വന്നേക്കണത്. കുറയാനുള്ളൊരു സാധ്യത പറയാനിപ്പോ മഴയൊക്കെ പെയ്ത് ഒരു മാസമൊക്കെ കഴിയണം. ഇനി ചൂടൊക്കെ മാറി കഴിഞ്ഞിട്ട് കോഴി പുറത്തുനിന്നാണോ തമിഴ്നാട്ടിൽ? അല്ലല്ല, ഇത് ലോക്കലൊക്കെ ഞങ്ങൾ എടുക്കുന്നത്. തമിഴ്നാട് പോയി കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ വില കുറഞ്ഞു. തമിഴ് അവിടെയും ചൂട് കൊണ്ടും അവിടെ ഇല്ല കോഴി മൊത്തം ടൈറ്റ് വന്നുകൊണ്ടാണ്. വില കൂടാനുള്ള കാരണങ്ങളെ കുറിച്ച് വിപണനക്കാർ കച്ചവടക്കാർ തന്നെ വ്യക്തമാക്കിയായിരുന്നു. പല രീതിയിൽ കാരണങ്ങളുണ്ട്. പക്ഷേ ഒരിക്കലും വില കൂടിയിട്ട് അത് താഴേക്ക് ഇറങ്ങുന്നില്ല എന്ന ഒരു പൊതു പരാതി നിലനിൽക്കുന്നുണ്ട്. പച്ചക്കറിക്ക് വില കൂടിയാലും കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരിക്കലും ഈ മാംസ ആഹാരിക പ്രിയർക്ക് അവരുടെ ഇനങ്ങളിലെ വില കൂടിയാൽ അത് കുറയുന്നില്ല എന്ന പരാതി തന്നെയാണ് ഉള്ളത്. എന്തായാലും വിപണിയിൽ വിലക്കയറ്റം അത് വളരെ പ്രകടമാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ മാംസത്തിന്റെ വില കൂടിയാൽ അത് കുറയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പല ഹോട്ടലുകളിലും കാണാം ചിക്കന്റെ വില കൂടിയതിനാൽ ചിക്കൻ കറിക്ക് വില ഇത്ര കൂട്ടിയിരിക്കുന്നു എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ മലപ്പുറത്തേക്ക്